ബഹുവന്യരായ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തില് കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തില് മഹാനായ ഉസ്താദിന്റെ 3ാം കേരള യാത്ര. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, യുവാക്കളെ നമ്മൾ ഉസ്താദിന്റെ മുന്നിൽ തോറ്റുപോവുകയാണ്. യുവാക്കളെ നമ്മൾ ഉസ്താദിന്റെ മുന്നിൽ തോറ്റുപോവുകയാണ്. ഞാനും നിങ്ങളും ഒക്കെ കാലുമുട്ടിന് വേദനയാണ്, ഒന്ന് റെസ്റ്റ് എടുക്കണം. 4 ദിവസമായി പരിപാടിക്ക് വേണ്ടി ഓടുകയാണ്. അതുകൊണ്ട് 2 ദിവസം ഞാൻ ജോലി ലീവാക്കുകയാണ്. കാരണം ഒന്ന് റെസ്റ്റ് എടുക്കണോന്ന് പറയാൻ. ബഹുവന്യരായ ഉസ്താദ് നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് മുഅ്മിനീങ്ങളും മനസ്സു പൊട്ടി അള്ളാഹിനോടങ്ങ് ദുആ ചെയ്തു. ചിലര് ചെന്നു മദീനത്ത് മുത്തുനബിയുടെ കാൽക്കൽ വീണിട്ട് ഞങ്ങൾ ഉസ്താദിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണോന്ന് ദുആയിരുന്നു. ചിലര് ചെന്നു മക്കയിലെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ അച്ചുമരിനോട് ചേർന്ന് നിന്നിട്ട് അവിടെ നിന്ന് നെഞ്ചു പൊട്ടി ദുആ ചെയ്തു, ഉസ്താദിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണോന്ന്. ചില സാധുക്കൾ നോമ്പ് നോറ്റു ഉസ്താദിന് വേണ്ടിയിട്ട്, ഉസ്താദിന്റെ രോഗം മാറാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, ചിലര് ഖത്മുകൾ നേർച്ചയാക്കി. അങ്ങനെ ഓതി 4444 ഖത്മുകള് മർക്കസു സഖാഫത്ത് സുന്നിയയിൽ വെച്ച് തന്നെ ഒരു മജ്ലിസിൽ വെച്ച് സുബ്ഹാനല്ലാഹ് ഓതി തീർക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചോ, ഇങ്ങനെ അള്ളാഹിനോട് മനസ്സ് പൊട്ടിയങ്ങ് ദുആ ചെയ്തപ്പോ ഉസ്താദിനെ നമുക്ക് അല്ലാഹു തിരിച്ചു തന്നു. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആ തണല് ഞങ്ങൾക്ക് നീട്ടിയിട്ട് തരണേ അല്ലാ. വിശ്രമിക്കണം എന്ന് പലരും പറയുമ്പോഴും ആ മഹാനുഭാവൻ അവസാന ശ്വാസം വലിക്കുന്നത് വരെ ദീനിനു വേണ്ടി അധ്വാനിക്കണമെന്ന ആ വലിയ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് 1-ാം തീയതി തുടങ്ങിയിട്ട് തിരുവനന്തപുരത്ത് 16-ാം തീയതി സമാപിക്കുന്ന കോലത്തിൽ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കാവുന്ന കോലത്തിൽ അതിന്റെ പിന്നിൽ നമ്മൾ ഉണ്ടാവണം. ഉസ്താദ് മുന്നിൽ നടക്കുമ്പോ എങ്ങനെയാ നമുക്ക് പിന്നിൽ പോകാതിരിക്കാൻ കഴിയുക? ആ ഉസ്താദ് ഇതിനു വേണ്ടി ദിവസങ്ങൾ മാറ്റിവെക്കുമ്പോ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ അടങ്ങിയിരിക്കാൻ കഴിയുക? ഇൻഷാ അല്ലാഹ് 2 കേരള യാത്രയും ചരിത്രം മറക്കാത്ത രൂപത്തിലുള്ള വലിയ സംഭവ വികാസങ്ങളായിട്ടാണ് നമ്മുടെ നാടതിനെ കണ്ടിട്ടുള്ളത്. 3-ാം കേരള യാത്ര ഇൻഷാ അല്ലാഹ് ചരിത്രമാകും, ഉറപ്പാണ്, ഒരു സംശയവുമില്ല. നമ്മളെല്ലാവരും അതിന് കൂടെ ഉണ്ടാവണം. സ്വതക്ക നമ്മൾ വിജയിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ.